ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും സുഖല്ലേ? നമുക്ക് ഇന്നും കുറച്ച് കൂണ് കിട്ടിയിട്ടുണ്ട്. നല്ല വിരിഞ്ഞ കൂനും മൊട്ടായ കൂനും എല്ലാം കിട്ടിയിട്ടുണ്ട്. ഇതെല്ലാം നല്ല മേലത്തെ കറുത്ത തൊലിയും മണ്ണൊക്കെ കളഞ്ഞ് നല്ല അരിഞ്ഞ് ക്ലീൻ ചെയ്ത് നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊരു മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം കുറച്ച് സമയം. എന്നിട്ട് വേണം നമുക്ക് ഇത് വെച്ചിട്ട് കൂൺ വറ്റിച്ചതാണ് ഉണ്ടാക്കാൻ പോകണേ. അപ്പം അതെങ്ങനെയെന്ന് കണ്ടാലോ? അതിനായിട്ട് ഇത് കുറച്ച് തേങ്ങ വേണം. തേങ്ങ നമ്മൾ കുറച്ച് ഒരു അരമുറിയോളം വേണ്ട കേട്ടോ, പകുതി കുറച്ച് തേങ്ങ മതി. തേങ്ങ നമ്മൾ നന്നായിട്ട് ചിരണ്ടി എടുത്തിട്ടുണ്ട്. എന്താ കൂണ് നമ്മൾ കുറച്ച് തോനെ സമയം നമ്മൾ മഞ്ഞളും ഉപ്പും ചേർത്ത വെള്ളത്തിൽ ഇട്ട് വെക്കണം. ഇനി നമുക്ക് അതിനായിട്ട് കുറച്ച് സവാള അരിഞ്ഞെടുക്കാം. സവാളയും ഇഞ്ചിയും വെളുത്തുള്ളി പച്ചമുളക് കറിവേപ്പില അങ്ങനെ എല്ലാം വേണം. നമുക്കെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കാം. കൂണ് ഒരു അരമണിക്കൂറോളം നമ്മൾ മഞ്ഞളും ഉപ്പും ചേർത്ത് വെള്ളത്തിൽ ഇട്ട് വെച്ചിട്ട് നന്നായിട്ട് വെള്ളമൊക്കെ ഒന്ന് നല്ല അമർത്തി പിഴിയരുത്. ഇതിൽ നമുക്കൊന്ന് പിഴിഞ്ഞെടുത്തിട്ട് ഒന്ന് വെള്ളം പോകാൻ വേണ്ടിയിട്ടൊരു ഊറ്റുപാത്രത്തിൽ ഇട്ട് വെക്കാം. കൂണിൽ തന്നെ വേവുള്ള അത്യാവശ്യം വെള്ളമുള്ളതും കൊണ്ട് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുമ്പോൾ അതിൽ കുറച്ച് വെള്ളം കയറിയിട്ടുണ്ട്. അതൊക്കെ നമ്മളൊന്ന് പിഴിഞ്ഞ് കളയണം. നമ്മളെല്ലാം വെള്ളം നന്നായി പിഴിഞ്ഞ് കളഞ്ഞിട്ടുള്ളതാണിത്. ഇനി നമുക്കൊരു ഉരുളടുപ്പത്ത് വെച്ച് അതിലേക്ക് നല്ല വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടണം. അതുവരെ നന്നായിട്ട് ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മൾ കൂൺ റോസ്റ്റ് ഉണ്ടാക്കിയിരുന്നു. അതിനെക്കാട്ട് കുറച്ചും കൂടി ടേസ്റ്റ് കൂൺ ഇങ്ങനെ വറ്റിച്ചെടുത്താൽ കൂണിൻ്റെതായിട്ടുള്ള അതിൻ്റെ അതേ ടേസ്റ്റ് നമുക്ക് ഇതിൽ കിട്ടും കേട്ടോ. കൂൺ വറ്റിച്ചത് ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ നമ്മൾ വേറെ മസാലപ്പൊടി ഒന്നും അധികം ചേർത്ത് കൊടുക്കുന്നില്ല. അപ്പോൾ കൂണിൻ്റെ ശരിക്കുള്ള ആ ടേസ്റ്റ് ഈ കൂൺ വറ്റിച്ചത് കഴിക്കുമ്പോൾ നമുക്ക് കിട്ടും. നമുക്കതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റി വെക്കുക. വെളുത്തുള്ളി ഇഞ്ചിൻ്റെയൊക്കെ പച്ചമണം നന്നായിട്ട് പോകണം. അല്ലെങ്കിൽ ഒരു പച്ചച്ചവ ഉണ്ടാവും. അതിൻ്റെയൊക്കെ ഒരു പച്ചക്കുത്ത് ഉണ്ടാവും. ഇനി നമുക്ക് ഇതിലേക്ക് ഒരു മൂന്ന് പച്ചമുളക് നന്നായിട്ട് നടു കീറിയിട്ട് ഇട്ട് കൊടുക്കുക. അത്യാവശ്യം കുറച്ച് എരിവുള്ള പച്ചമുളകാണ്. നന്നായിട്ട് എരിവുള്ള പച്ചമുളകായിട്ട് നന്നായിട്ടൊന്ന് എണ്ണ കിടന്നിട്ടൊന്ന് മൂത്ത് വരണം. ഇനി നമുക്ക് സവാള ചേർത്ത് കൊടുക്കുക. അതൊരു വലിയ ഒരു ഒന്നര സവാളോളം ഉണ്ട്. അത് നമുക്ക് നന്നായിട്ട് വഴറ്റിയെടുക്കണം. കുറച്ച് സമയം നന്നായിട്ട് വഴണ്ടി വരണം കേട്ടോ. ഇനി പെട്ടെന്ന് വഴൻ്റെ പാടിന് നമ്മൾ വേറെ മസാലയും ചേർത്ത് കൊടുക്കരുത്. നന്നായിട്ട് ഉള്ളി നന്നായിട്ട് വാടി നന്നായിട്ട് കുഴഞ്ഞ് വരണം. ഇത് നമുക്ക് നമ്മളെ മാർക്കറ്റിൽ നിന്ന് വാങ്ങുന്ന കൂനല്ല, നമുക്ക് പറമ്പിൽ നിന്ന് തന്നെ കിട്ടുന്നതാണ്. ഇതിലേക്ക് നന്നായിട്ട് വരണ്ടി വരുന്നുണ്ട്. നന്നായിട്ട് വരണ്ടി വരുമ്പോൾ നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി വെച്ചിട്ട് വെക്കണം. നമ്മളിതിന് മുമ്പ് കൂൺ റോസ്റ്റിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്. അത് കൂൺ റോസ്റ്റ് ഉണ്ടാക്കിയാലും നല്ല ടേസ്റ്റാണ്. ഇത് രണ്ടും നല്ല ടേസ്റ്റ് ഉള്ളതാണ്. നമ്മൾ പറമ്പിൽ തന്നെ കിട്ടുന്നത് കൊണ്ട് നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. നമുക്ക് കുറച്ച് തേങ്ങയും കുറച്ച് കാന്താരി, നമ്മൾ പച്ചമുളക് ഇട്ടുകൊണ്ട് എരിവനുസരിച്ചിട്ട് നമ്മൾ കുറച്ച് കാന്താരി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് പെരിഞ്ചീരകം കൂടെ കുറച്ച് മതിയിട്ട്, പെരിഞ്ചീരകം കൂടിപ്പോവരുത്, കുറച്ച് കൂടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് അരിഞ്ഞു പോകരുത്, ഒന്ന് ഒതുക്കി ചതച്ചെടുക്കാം കേട്ടോ. അരിഞ്ഞു പോകരുത്, നല്ല ഓവറായിട്ട് ഭയങ്കരമായിട്ട് അരിഞ്ഞു പോകരുത്.
നന്നായിട്ടൊന്ന് വറുത്തെടുക്കാം. ഇനി ഒന്ന് അതിൻ്റെ വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാം. പിന്നെ കുരുമുളക് പൊടി, മഞ്ഞൾപ്പൊടിയും കുരുമുളക് പൊടിയാണ് നമ്മളിതിൽ മസാലയൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. കുറച്ചധികം കുരുമുളക് പൊടി, എരിവിനനുസരിച്ചിട്ട് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കണം. കുറച്ച് മുന്നിട്ട് നിൽക്കണം, അപ്പോൾ അതിനനുസരിച്ചിട്ടാണ് ചേർത്ത് കൊടുക്കാൻ. എന്നിട്ട് ഇതൊക്കെ ഒന്ന് പച്ചമണം മാറുന്നത് നന്നായിട്ട് വഴറ്റിയെടുക്കണം. നന്നായി വഴറ്റി വന്നതിലേക്ക് നമുക്ക് കൂൺ ചേർത്ത് കൊടുക്കുകയാണ്. കൂൺ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുക. നമ്മളിപ്പോൾ വെള്ളമൊന്നും ചേർത്ത് കൊടുക്കരുത്. കൂണിൽ തന്നെ അത്യാവശ്യം വെള്ളം ഉണ്ടാവും, അതൊന്ന് ഇറങ്ങി വരണം. നന്നായിട്ട് ഇളക്കി ആ മഞ്ഞളും കുരുമുളകൊക്കെ എല്ലാം ഇഷ്ടമാവുന്ന പോലെ നന്നായിട്ട് ഇളക്കി കൊടുക്കണം. ഉപ്പ് നമ്മൾ നേരത്തെ ഇട്ട് ഉപ്പ് തന്നെ ആവശ്യത്തിനുണ്ടാവും, നമുക്ക് വേണമെങ്കിൽ പിന്നെ ചേർത്ത് കൊടുക്കാം. ഇപ്പം നല്ല മഴയൊക്കെ പെയ്യുന്ന സമയം കൊണ്ട് എല്ലാവരും പറമ്പിലൊക്കെ ഇങ്ങനെ നന്നായിട്ട് കൂണൊക്കെ മുളച്ച് വരുന്നൊരു സമയമാണ്. എല്ലാവരും വീടിൻ്റെ മുറ്റത്തും പറമ്പിലൊക്കെ ഒന്ന് ഇറങ്ങി നോക്കണം കൂണൊക്കെ ഉണ്ടോയെന്ന്. നമ്മൾ കാണാതെ പോകരുതല്ലോ. ഉണ്ടായിട്ട് അവിടെ കിടന്നിട്ട് വെറുതെ ചീഞ്ഞോട്ട് എപ്പോഴെങ്കിലും കിട്ടുന്ന സാധനമല്ലേ. ഞങ്ങളിങ്ങനെ നോക്കുമ്പോഴാണ് ഞങ്ങൾക്ക് കിട്ടൽ. അപ്പം നമുക്കിവിടെ എപ്പോഴും ഇങ്ങനെ അടുത്തടുത്ത് ഇങ്ങനെ ഉണ്ടാവും. പിന്നെ അച്ഛന് പണിസ്ഥലത്തൊക്കെ കിട്ടുമ്പോൾ അങ്ങനെ കിട്ടുന്നതാണ്. അപ്പോൾ എല്ലാവരും ഇനി കിട്ടുമ്പോൾ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇതുവരെ എപ്പോഴും നമ്മളങ്ങനെ കിട്ടാത്ത സാധനം ഇതൊക്കെ എപ്പോഴെങ്കിലും കിട്ടുന്നതാണ്. അപ്പോൾ നമ്മളത് വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കിയാൽ നല്ല അടിപൊളി ടേസ്റ്റിൽ നമുക്ക് കൂൺ വറ്റിച്ചതൊക്കെ കഴിക്കാം. ഇനി ഇതെല്ലാം കൂടെ നമുക്കൊന്നെല്ലാം കൂടെ ഒന്ന് പൊത്തി വെച്ച് കൊടുക്കാം. എന്നിട്ട് ഒരടുപ്പ് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് ഒന്ന് മൂടി വെച്ച് വേവിക്കുക. അപ്പോൾ കൂണിലുള്ള വെള്ളമൊക്കെ ഒന്ന് ഇറങ്ങി വരും. എന്നിട്ട് പിന്നെ നമുക്ക് വേണമെങ്കിൽ വെള്ളം ചേർത്ത് കൊടുക്കാം. നമുക്കൊന്ന് മൂടി തുറന്ന് നോക്കാം. മൂടി തുറന്നപ്പോൾ കൂണത്തെ വെള്ളമൊക്കെ നന്നായിട്ട് ഇറങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് ഇറങ്ങി കൂണൊക്കെ ഒന്ന് ചുങ്ങി പോയിട്ടുണ്ട്. നമുക്ക് കുറച്ചും കൂടെ വെള്ളം വേണം. കൂണി വെള്ളത്തിൽ കിടന്ന് വേവാനുള്ള വെള്ളമല്ല, അപ്പോൾ നമുക്ക് കുറച്ചും കൂടെ വെള്ളം ചേർത്ത് കൊടുക്കുക. കുറച്ച് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. നല്ല വെള്ളമായി പോയാൽ കറി പോലെ ആകും. കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നമുക്കൊന്ന് മൂടി വെച്ചിട്ട് ഒരു കുറച്ച് സമയം കൂടെ ഒന്ന് വേവിച്ചെടുക്കാം. കൂണൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വന്നിട്ടുണ്ട്. അത്യാവശ്യം വെള്ളമൊക്കെ ഒന്ന് വറ്റിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം. തേങ്ങ നന്നായിട്ട് അരിഞ്ഞു വരുതൊന്ന് ചതച്ച് എടുക്കണം. നമുക്ക് അരപ്പ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. കൂണിൽ കുറേ വെള്ളമായിപ്പോയ കറി പോലെ ആവും. നമ്മൾ വറ്റിച്ചെടുക്കുകയാണ്. തേങ്ങയൊക്കെ ചേർത്ത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് ഈ കൂൺ വറ്റിച്ചത് കഴിക്കാനായിട്ട്. ഇതുവരെ ഉണ്ടാക്കി നോക്കാത്തവരാണെങ്കിൽ എന്തായാലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. കൂടെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബും ഷെയറും ലൈക്കും ചെയ്യണേ. തൊട്ട് താഴെ ബെൽ ബട്ടന് ആരും ക്ലിക്ക് ചെയ്യാൻ മറന്നു പോകരുത്. ഇത് നമ്മുടെ കൂണ് നന്നായിട്ടൊന്ന് തിളച്ച് വരുന്നുണ്ട്. ഇനി നമുക്ക് കുറച്ച് പച്ചക്കറിവേപ്പില ചേർത്ത് കൊടുത്ത് ഞാൻ കറിവേപ്പിലേൻ്റെ മണമൊക്കെ എല്ലാ സ്ഥലത്തും ആവുന്ന വരെ ഒന്നും കൂടെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. നല്ലൊരു മണമാണ് ഇതിങ്ങനെ തിളയ്ക്കുമ്പോൾ. കൂടുതൽ മസാലയും ചേർക്കാത്തത് കൊണ്ട് തന്നെ നല്ല അടിപൊളി കൂണിൻ്റെതായിട്ടുള്ള ഒരു ടേസ്റ്റ് കിട്ടും. നമ്മൾ ഉപ്പൊക്കെ നോക്കിയിട്ടുണ്ട്. ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കുരുമുളകൊക്കെ ചേർത്ത് കൊടുക്കണം. ഇത് നമ്മുടെ കൂൺ വറ്റിച്ചതിലേക്ക് നമുക്ക് കുറച്ച് പച്ചവെളിച്ചെണ്ണ തൂവി കൊടുക്കുക. നമ്മുടെ കൂൺ വറ്റിച്ചത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതുപോലുള്ള മറ്റൊരു വീഡിയോ ആയിട്ട് പിന്നെ കാണാം.